Good morning. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് ആണ് നമ്മൾ എവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? ഇനി നെക്സ്റ്റ് ഫോം ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വരെയല്ലേ? ആ 4 പോയിന്റ്സ് കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, ഇനി ഫാർമസി തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഫാർമസിയിലേക്ക് കിടക്കുകയാണ്. ഇനി ടൈമൊന്നും കളയുന്നില്ല. അപ്പൊ അതിന് മുൻപുള്ള ഭാഗം നമ്മൾ ഓൾറെഡി വിശദമായിട്ട് ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലെ? വായിച്ചു നോക്കിയിരുന്നില്ലേ? വായിച്ചു നോക്കിയോ? ശരി. അപ്പൊ നമ്മൾ ഫാർമസിയുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ്, അത് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് കേട്ടോ ഇത് ചെക്ക് ചെയ്യേണ്ടതും ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യേണ്ട ആള് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ ഫാർമസിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ താഴെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് പ്രിസ്ക്രിപ്ഷൻ എറർ. നമ്മൾ പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറിപ്പടികള് ഡോക്ടേഴ്സ് കുറിപ്പടി കൊടുക്കാറുണ്ട് അല്ലെ, പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കാറുണ്ട്. ആ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എറേഴ്സ്, അതെ തെറ്റുകളോ പിശകുകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ ഡിസ്പെൻസിങ് എറർ, എന്താ മരുന്ന് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പിശകുകൾ വരാറുണ്ട് അല്ലെ, വരാലോ. അങ്ങനെ മരുന്ന് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പിശകുകളോ എറേഴ്സോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ശതമാനം കാണും. ദെൻ അടുത്തത് പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് hostile drug reaction, that's ADR എന്താ adverse reaction, adverse drug reaction per 100 discharges that include LAMA, DAMA, abscond and death. LAMA അറിയാലോ, leave against medical advice, discharge against medical advice. abscond എന്ന് പറഞ്ഞാൽ എന്താ? abscond ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡെത്ത് അറിയാലോ, മരണം സംഭവിച്ചത്. abscond ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തവരല്ല, കാണാതെ പോകുന്നവരില്ലേ, ചിലപ്പോ പറയാതെ പോകുന്നവരാവാം, കാണാതെ പോകുന്നവരാവാം അല്ലെ, രഹസ്യമായിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ളതാണ് അബ്സ്കോണ്ട് പേഷ്യൻസ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ, അങ്ങനെ ഏതൊരു ഡിസ്ചാർജ്, ഇപ്പൊ അതൊക്കെ നമ്മൾ ഡിസ്ചാർജിൽ തന്നെ കൂട്ടുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഏതൊരു ഡിസ്ചാർജ്, ഇപ്പൊ ലാമയുടെ ആവാം, ഡാമ അല്ലെങ്കിൽ അബ്സ്കോണ്ട് ആവാം, ഡെത്ത് സംഭവിച്ചവരാവാം, അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ ഇത്തരത്തിൽ ഏതൊരു ഡിസ്ചാർജ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലെ പേഷ്യൻസിൽ എത്ര പേർക്ക് ഡ്രഗ് റിയാക്ഷൻസ്, അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അത്തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അടുത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർജ് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻ, എന്താ അബ്രിവിയേറ്റഡ് ഫോമിൽ എഴുതുന്നതില് കുറിപ്പടികളിൽ തെറ്റുകൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ തെറ്റുകൾ വന്നിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. Then percentage of patient receiving high risk medication developing adverse drug event, എന്താണ് ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിസിൻസ്, ചില മെഡിസിൻസ് അങ്ങനെയല്ലേ ഭയങ്കര ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കാറുണ്ട് ചില വ്യക്തികൾ അല്ലെ, അവരുടെ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച്. അത്തരത്തില് എന്തെങ്കിലും ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിസിൻസ് റിസീവ് ചെയ്തു സ്വീകരിച്ചിട്ടുള്ളവരില് എത്ര ആളുകൾക്കാണ്, എത്ര പേഷ്യൻസിനാണ് അത് സംബന്ധമായിട്ട് അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്. അതുപോലെ പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്റ്റൈൻഡ് ബൈ ലോക്കൽ പർച്ചേസ്, സാധാരണ ലോക്കൽ പർച്ചേസിലൂടെ ഏതൊക്കെ ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ആണ് നമ്മൾ നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുള്ളത്, അതിന്റെ പെർസെന്റേജ്. സാധാരണ മെഡിസിൻസ് ഒക്കെ എങ്ങനെയാണ്, വലിയ രീതിയിലുള്ള പർച്ചേസ് ആണ് നമ്മൾ ചെയ്യാം.
അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ വലിയ രീതിയിലുള്ള ഒരു ലാർജ് പർച്ചേസ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഈ മെഡിസിൻസുമായി ബന്ധപ്പെട്ട് അല്ലാതെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ശരിക്കും അങ്ങനെ ചെയ്യാം. അപ്പൊ ചിലപ്പോൾ പെട്ടെന്ന് ചില മരുന്നുകൾക്കൊക്കെ കുറവുകളോ ഇപ്പൊ സ്റ്റോക്ക് ഔട്ടോ കാര്യങ്ങളോ വരുമ്പോഴാണ് നമ്മൾ ലോക്കൽ പർച്ചേസുകൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ലോക്കൽ ആയിട്ടുള്ള പർച്ചേസുകൾ ഇത്തരത്തിലുള്ള ഡ്രഗ്സോ ഏതെങ്കിലും കൺസ്യൂമേഴ്സിനോ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ പെർസെന്റേജ്. അടുത്തത് പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സ്. എമർജൻസി ഡ്രഗുകൾ ഉൾപ്പെടെയുള്ള ഏതൊക്കെ മെഡിസിൻസ് ആണ് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ആ ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത് അതിന്റെ ശതമാനം. അതുപോലെ തന്നെ അടുത്തത് percentage of drugs and consumables refused before preparation of GRN. GRN എന്ന് പറഞ്ഞാൽ ഗുഡ്സ് റെസീപ്റ്റ് നോട്ട് ആണ്. അതായത് ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഓൺലൈനൊക്കെ എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും അല്ലെ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യാറില്ലേ? റിട്ടേൺ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത് വാങ്ങുന്ന മരുന്നുകളാവാം, മറ്റെന്തെങ്കിലും കൺസ്യൂമബിൾസോ കാര്യങ്ങളോ ആവാം. അത് നമ്മള് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് GRN അല്ലെങ്കിൽ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാണ്. ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇന്റേണൽ ഡോക്യുമെന്റ് ആണ്. അതായത് ഇത് ഒഫീഷ്യലി നമ്മുടെ ഒരു റെക്കോർഡ് പോലെ സൂക്ഷിക്കുന്ന ഏതൊക്കെ മെഡിസിനുകളാണ് നമ്മുടെ അറൈവ് ചെയ്യുന്നത്, ഏതൊക്കെ മെഡിക്കൽ സപ്ലൈസ് ആണ്, എക്യുപ്മെന്റുകളാണ് നമുക്ക് ഡെലിവറി ചെയ്ത് തന്നത്, അതിനെ കൺഫേം ചെയ്യുന്നു. അതായത് നമ്മൾ ആ ഒരു പർച്ചേസ് ചെയ്യാൻ കൊടുത്ത ഓർഡർ പ്രകാരമുള്ള ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഈ പ്രൊഡക്റ്റുകൾ എത്തിയിട്ടുണ്ടോ, അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അത് ക്വാളിറ്റി എങ്ങനെയാണ്, അത് മാച്ച് ആവുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഒരു ഒഫീഷ്യൽ റെക്കോർഡ് പോലെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും? രേഖപ്പെടുത്തി വെക്കും. അപ്പൊ നമുക്കറിയാം ഇന്ന പർച്ചേസിൽ നമ്മൾ ഇത്ര സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഇന്ന ക്വാളിറ്റിയിൽ നമ്മൾ പറഞ്ഞ ക്വാളിറ്റിയിൽ എത്തിയ ഐറ്റംസ് ഇത്ര എണ്ണമാണ്, അത് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു നോട്ട് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഒരു ഗുഡ്സ് നോട്ട് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നില്ലേ? അപ്പൊ ആ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റിയും ചെക്ക് ചെയ്യും. അപ്പൊ ആ സമയങ്ങളില് അതിൽ ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളോ ഈ പറയുന്ന ഐറ്റത്തിനില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യും അല്ലെ? അത് വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് നിരസിക്കാം അല്ലെ? അല്ലെങ്കിൽ തിരികെ നമ്മൾ അത് അയക്കും. ശരിയല്ലേ? അപ്പൊ അങ്ങനെ തിരികെ അയച്ചിട്ടുള്ള, അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ആ റിക്വയർമെന്റ്സിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അല്ല വന്നിരിക്കുന്നതെങ്കിൽ അതിൽ എത്ര എണ്ണം വന്നതിൽ എത്ര എണ്ണം നമ്മൾ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ റെഫ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് റെഫ്യൂസ് ചെയ്ത അത്തരത്തിലുള്ള ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസിന്റെ പെർസെന്റേജ് എത്രയാണ്? അടുത്തത് പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. എന്താ? ഇനി ഈ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ റിസീവ് ചെയ്തു, നമ്മൾ ഇതൊക്കെ തയ്യാറാക്കി, അതിനുശേഷം നമ്മൾ അത് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും ഇല്ലേ? ഫാർമസിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ അത്തരത്തില് ഫാർമസിയിലെ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞ സംഭരണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു സ്റ്റോറേജ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പല വേരിയേഷൻസ് കാണാൻ പറ്റും അല്ലെ? വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ശരിയല്ലേ? സ്റ്റോറുമായി ബന്ധപ്പെട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? അത് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാവാം, വെക്കുന്ന സ്പേസ് മാറിപ്പോകുന്നതാവാം, അല്ലെങ്കിൽ കറക്റ്റ് ക്വാണ്ടിറ്റി ചിലപ്പോൾ അവിടെ കാണാതെ വരുന്നതാവാം അല്ലെ? അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ അതിന്റെ പെർസെന്റേജും എടുക്കുന്നു. അപ്പൊ ഒരു ഫാർമസിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് നോക്കേണ്ട ഫാർമസിയുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാമത് പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിശകുകളോ തെറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് കാണും. ഡിസ്പെൻസിങ് എറേഴ്സ്, എന്തെങ്കിലും മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് ഓഫ് ഇൻസിഡന്റ്. ഇനി എന്താ? അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ്, അതിപ്പോ അവിടുത്തെ ഡിസ്ചാർജ് ആയി പോകുന്ന എല്ലാ പേഷ്യൻസ് അതെല്ലാം ഉൾപ്പെടുത്തി അതിൽ എത്ര പേർക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ശതമാനം. അടുത്തത് പറഞ്ഞത് മെഡിക്കേഷൻ ചാർട്ടുകൾ തയ്യാറാക്കുമ്പോൾ അബ്രിവിയേഷനുമായി ബന്ധപ്പെട്ട് എറേഴ്സ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത്തരത്തിൽ വന്നിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകൾ ശതമാനം. അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞത് ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് സ്വീകരിച്ചിട്ടുള്ള പേഷ്യൻസിൽ എത്ര പേർക്ക് അതുമായി സംബന്ധമായി അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ്. അടുത്തത് ഡ്രഗ് ആൻഡ് കൺസ്യൂമബിൾസ് ലോക്കൽ ആയിട്ട് പർച്ചേസ് ചെയ്തവയുടെ പെർസെന്റേജ്. ഇനി സ്റ്റോക്ക് ഔട്ട് റേറ്റ്. എന്താ? എമർജൻസി ഡ്രഗുകൾ ഉൾപ്പെടെ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഹോസ്പിറ്റലിൽ ഏതൊക്കെ മെഡിസിൻസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടോ അതിന്റെ പെർസെന്റേജ്. അടുത്തത്
Drug and consumables refused before preparation of GRN. GRN in expanded form ചോദിക്കാറുണ്ട് കേട്ടോ. ആ ബ്രാക്കറ്റിൽ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെ വിട്ടുപോകരുത് കേട്ടോ. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് GRN കേട്ടോ. അപ്പൊ GRN പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഏതൊക്കെ ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ആണ് റെഫ്യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വൺ എന്താ പറഞ്ഞേ, പ്രൊക്യൂർമെന്റ് പ്രോസസ്, സ്റ്റോറേജ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ശതമാനം. ക്ലിയർ ആണോ? ഫാർമസിയുമായി ബന്ധപ്പെട്ട കാര്യം ഓക്കെ ആണോ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഓക്കെ ശരി. അപ്പൊ നെക്സ്റ്റ് കൂടി എടുത്തിട്ട് മിസ് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് വായിക്കാൻ തരാം കേട്ടോ. നെക്സ്റ്റ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്യേണ്ട ആള്. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് കേട്ടോ. രണ്ടെണ്ണേ പറയുന്നുള്ളൂ. ഫ്രണ്ട് ഓഫീസ് ആവുമ്പോ ഒന്നാമത്തെ ഫസ്റ്റ് വൺ ആണ് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് അല്ലെ. ഒരു ഫ്രണ്ട് ഓഫീസിലേക്ക് എത്തുമ്പോ ആ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോ എന്താണ്, അതെ അവരുടെ സംതൃപ്തി എത്രത്തോളം ആണെന്ന് നോക്കണം. ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് ഒരു ഔട്ട് പേഷ്യന്റ് എന്ന നിലയിലാണ് ചെല്ലാം അല്ലെ. അതിനുശേഷമാണ് നമ്മുടെ ഇൻപേഷ്യൻസും കാര്യങ്ങളൊക്കെ ആവുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഔട്ട് പേഷ്യന്റ് എന്ന നിലയിൽ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സാറ്റിസ്ഫാക്ഷൻ, അതായത് ഈ ഫ്രണ്ട് ഓഫീസിൽ നിന്നും കിട്ടുന്ന സർവീസുകൾക്ക് അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർവീസുകളിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സിന്റെ റിസൾട്ടിൽ നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ആ ഫ്രണ്ട് ഓഫീസിൽ ശരിയായ ക്വാളിറ്റിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അല്ലെ. അതല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ വളരെ കുറവാണ് കിട്ടുന്നതെങ്കിലോ പൂവർ ആയിട്ടുള്ള ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പൊ ഇവിടെ ഒന്നാമത് എന്താ, ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, അവിടെ വരുന്ന ഔട്ട് പേഷ്യൻസിന്റെ സംതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ മെഷർ ചെയ്യുന്നു, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. ചില ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്കൊരു ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ എത്ര സമയം നമ്മൾ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും, ശരിയല്ലേ? ഇപ്പൊ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചിലത് നമ്മൾ അവിടെ ചെന്ന് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഒരു ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ നമ്മുടെ ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഒരുപാട് സമയം നമ്മൾ ക്യൂ നിന്ന് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരത്തില് എത്രത്തോളം ഒരു ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളും എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എത്രത്തോളം ടൈം ഈ ഒരു ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് വെയിറ്റിംഗ് ടൈം വേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു റേറ്റ് എടുക്കും. അപ്പൊ ഇതിലൂടെയൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡ്സും അവർ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ, ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഫ്രണ്ട് ഓഫീസ്. അപ്പൊ ആ ഫാർമസിയോ ഫ്രണ്ട് ഓഫീസും വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. വായിച്ചു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ശരി. സോ നെക്സ്റ്റ് നമ്മള് MRD. MRD എന്താ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. MRD അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെയും ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ് ഇതും ചെക്ക് ചെയ്യുന്നത്. അപ്പോ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ താഴെ പറയുന്നവ. ഫസ്റ്റ് വൺ ആണ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. എന്താ, എത്രത്തോളം മെഡിക്കൽ റെക്കോർഡുകളിലാണ് ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത,
ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് നോട്ട് ഹാവിംഗ് ICD കോഡ്. അപ്പൊ എപ്പോഴും ഒരു മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോഡിംഗ് വഴിയാണ്, നമ്മൾ ആൽഫ ന്യൂമറിക്കൽ കോഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിലെ ഓരോ കാര്യങ്ങളും ആ മെഡിക്കൽ റെക്കോർഡിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തില് ICD കോഡിംഗ്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസുമായി ബന്ധപ്പെട്ട ICD കോഡിംഗ്, അതായത് ആൽഫ ന്യൂമറിക്കൽ കോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ അങ്ങനെ ICD കോഡിംഗ് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഡിംഗ് യൂസ് ചെയ്യാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. മൂന്നാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസേൺ. എന്താ? ശരിയായ രീതിയിൽ കൺസേൺ അല്ലെങ്കിൽ സമ്മതം വാങ്ങാതെ ICDയുടെ അറിയില്ല എങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോട്ടോ, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസേൺ, ശരിയായ രീതിയിൽ ഇൻഫർമേഷൻസ് കൊടുക്കാതെ സമ്മതം വാങ്ങിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അടുത്തത് പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്. ചില റെക്കോർഡുകളൊക്കെ മിസ്സായി പോകും. നമ്മൾ ചിലപ്പോൾ ചില ഹോസ്പിറ്റലുകൾക്ക് ആർക്കെങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഡിസീസ് കേട്ടോ, ഡി എന്ന് പറയുന്ന ഡിസീസ് ആണ്. ഓക്കെ, മിസ്സായി പോവാറില്ലേ? ചില സമയങ്ങളിലെങ്കിലും ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് കാണാനില്ല എന്ന് പറയും. പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ചിലപ്പോ അത് ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോ മിസ്സാവുന്നതായിരിക്കില്ല. ചിലപ്പോ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരികെ എന്താണ് പറയുന്നത്? ICD ആണോ? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, ICD കേട്ടോ, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് കോഡിംഗ് കേട്ടോ. അപ്പൊ കോഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിക്കോളും. അപ്പോ മിസ്സിംഗ് റെക്കോർഡുകൾ, അപ്പൊ ചില റെക്കോർഡുകൾ ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാവും. മിസ്സാവുമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സായി പോകുന്നതായിരിക്കില്ല. ചിലപ്പോൾ നമ്മളിപ്പോ ഒരു ഫാർമസിയിൽ മെഡിസിൻസ് വാങ്ങാൻ കൊടുത്തിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് തിരികെ ഈ ഒരു MRD ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരാത്തത് കൊണ്ടാവും. അപ്പൊ അവിടെ നോക്കുമ്പോ പിന്നെ നോക്കുമ്പോ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും. ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സായി പോകുന്നതല്ല, ചിലപ്പോൾ പല ഏതെങ്കിലും സെക്ഷനിലായിരിക്കും ചിലപ്പോൾ ഇരിക്കുക, വെച്ചിരിക്കുന്ന പ്ലേസ് മാറിപ്പോവാ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ തിരികെ എടുക്കാത്തത് കൊണ്ടാവാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ചിലപ്പോ അടുത്ത ദിവസം ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ വെക്കുന്ന സാധാരണ ഇടങ്ങളിൽ ചിലപ്പോൾ നോക്കി കാണില്ല, അല്ലെ? അപ്പൊ അന്നേരം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ MRD ഡിപ്പാർട്ട്മെന്റിൽ മെഡിക്കൽ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് ചാപ്റ്റർ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തില് മിസ്സിംഗ് ആയിട്ടുള്ള റെക്കോർഡുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ ശതമാനം. അടുത്തത് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. എന്താ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ, ചോദിക്കാറുള്ളതാണ് കേട്ടോ. ദ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് അല്ലെങ്കിൽ BOR-ന്റെ എക്സ്പാൻഡഡ് ഫോമും ചോദിക്കാറുണ്ട് കേട്ടോ. രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് ചോദിക്കാറുണ്ട്. BOR-ന്റെ എക്സ്പാൻഡഡ് ഫോമും ചോദിക്കാറുണ്ട്. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് അല്ലെങ്കിൽ BOR കേട്ടോ. രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് എ മെഷർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ ബെഡ് കപ്പാസിറ്റി ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് അവൈലബിൾ ആയിട്ടുള്ള ബെഡ് കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിന്റെ യൂട്ടിലൈസേഷന്റെ മെഷർ അല്ലെങ്കിൽ അളവിനെയാണ്, അതിന്റെ ഉപയോഗത്തിന്റെ അളവിനെയാണ് നമ്മൾ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ BOR-ന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്താണ്? ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത് ഇസ് എ മെഷർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ ബെഡ് കപ്പാസിറ്റി ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള ബെഡ് കപ്പാസിറ്റിയുടെ ഉപയോഗ നിരക്കിനെയാണ് നമ്മൾ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. മാറിപ്പോവില്ലല്ലോ, നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ലേ? അവൈലബിൾ ആയിട്ടുള്ള ബെഡ് കപ്പാസിറ്റി, ഹോസ്പിറ്റലിലെ അവൈലബിൾ ആയിട്ടുള്ള ബെഡ് കപ്പാസിറ്റിയുടെ യൂട്ടിലൈസേഷൻ മെഷർ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. It denotes the percentage of beds occupied by patient in a defined period of time. നോർമലി എന്തായിരിക്കും? സാധാരണ ഇതൊരു വർഷത്തെ കണക്കാണ് നമ്മൾ എടുക്കാം. നോർമലി ഒരു ഇയറിലെ ആ ഒരു എത്രത്തോളം പെർസെന്റേജ് ബെഡ് ഒക്യുപ്പൈഡ് ബൈ പേഷ്യൻസ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ബെഡുകളുടെ ശതമാനം. ഒരു വർഷത്തില് എത്ര ബെഡുകൾ പേഷ്യൻസ് ഒക്യുപ്പൈഡ് ആയിട്ടുണ്ട്, അതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാന്നല്ലേ അർത്ഥം വരുന്നത്, അല്ലെ? ഒക്യുപ്പൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ബെഡുകളാണ്.
അത്തരത്തില് ഉപയോഗിച്ചിട്ടുള്ള ഒരു വർഷം പേഷ്യൻസ് എത്രത്തോളം ശതമാനം ബെഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ ആ ഒരു റേറ്റ് എടുക്കുന്നു. അതാണ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ചോദിക്കാറുള്ള ഭാഗമാണ്. അടുത്തത് ലെങ്ത് ഓഫ് സ്റ്റേ, LOS. എന്താ, എത്ര ദിവസം പേഷ്യൻസ് സ്റ്റേ ചെയ്യുന്നുണ്ട്, ആ ഒരു ലെങ്ത് ഓഫ് സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ച് നമ്മൾ മെഷേഴ്സ് അല്ലെങ്കിൽ റേറ്റുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ മോർട്ടാലിറ്റി റേറ്റ്. എന്താ മോർട്ടാലിറ്റി റേറ്റ്? മരണനിരക്ക് അല്ലെ, ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക് നമുക്ക് പറയും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് റേറ്റ് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താ, പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. എന്താ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്? മാതൃമരണ നിരക്ക് അല്ലെ, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക്. ഇപ്പൊ പ്രസവാനന്തരമായിട്ടൊക്കെ ഒരുപാട് മുമ്പൊക്കെ അമ്മമാരൊക്കെ ഒരുപാട് മരണപ്പെടുവായിരുന്നു അല്ലെ, അത്തരത്തിലെങ്കിലും മാതൃമരണ നിരക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്. അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. എന്താ, ശിശുമരണ നിരക്ക് അല്ലെ, ശിശുമരണ നിരക്ക്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ റെക്കോർഡുകളായിട്ട് മെഡിക്കൽ റെക്കോർഡ് കൃത്യമായിട്ട് സൂചിപ്പിച്ചു വെക്കണം. അപ്പൊ അത്തരത്തിലുള്ള റെക്കോർഡുകൾ എത്ര ഉണ്ട് അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ സാധാരണ എടുക്കുക കേട്ടോ. അപ്പൊ നോക്കിയേ, MRDയുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് അത് നോക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെയായിരിക്കും ചോദിക്കുക കേട്ടോ. ഒരു MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ഏതാണ്? ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് എന്താണ്, ഏതാണ് സീന ചോദിച്ചേ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണോ? പ്രസവിച്ച ഉടൻ മരിക്കുന്നതിന്റെ ആണോ ചോദിച്ചേ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ അത് പ്രസവിച്ച ഉടനെ തന്നെ ആവണമെന്നില്ല കേട്ടോ. ശിശുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ശിശു എന്നല്ലേ പറയാം അല്ലെ, ഇൻഫന്റ്സിൽ അല്ലെ കണക്കാക്കാം. അപ്പൊ അങ്ങനെ 1 വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഗർഭസ്ഥ ശിശു എന്നുള്ളത് നമ്മൾ ജനിച്ച ഉടനെ മരിക്കുന്നവരും ഉണ്ടാവാം, 1 വയസ്സാവുന്നതിന് മുൻപേ തന്നെ മരിക്കുന്ന ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ളതും ആവും കേട്ടോ. മാതൃമരണ നിരക്ക് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞുകൊണ്ട് പ്രസവവുമായി ബന്ധപ്പെട്ട് മരിക്കുന്നതാവാം, അല്ലെങ്കിൽ പ്രസവശേഷം അതുമായി ബന്ധപ്പെട്ട് കോംപ്ലിക്കേഷൻസ് ആയിട്ട് മരിക്കുന്നതാവാം, അങ്ങനെയുള്ളവ. ക്ലിയർ ആയോ? അപ്പൊ നോക്കി ഏതൊക്കെയായിരുന്നു MRD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? ഏതാ? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞ, ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, ICD കോഡിങ്സ് ഉപയോഗിച്ച് കോഡ് ചെയ്യാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസേൺ അല്ലെങ്കിൽ സമ്മതം വാങ്ങിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, മിസ്സിംഗ് റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്, അതുപോലെ ബെഡ് ഒക്യുപ്പൻസി റേറ്റ്, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് സ്റ്റേയുമായി ബന്ധപ്പെട്ട് അതുപോലെ നമ്മൾ റേറ്റ് എടുക്കുന്നു. മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക്, അതുപോലെ മെറ്റേർണിറ്റി മോർട്ടാലിറ്റി, മാതൃമരണ നിരക്ക്, അതുപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക്. അപ്പൊ ഇത്രയും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, MRDയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ആണ് HRM. എന്താണ് HRM? എന്താ HRM? പഠിച്ചില്ലേ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് പിന്നെയും എക്സ്പാൻഡ് ചെയ്ത് പറയാത്തത് കേട്ടോ. ഓൾറെഡി അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ അത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇത് നോക്കേണ്ട ആളുകള്. അപ്പൊ HRM അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ താഴെ പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് പെർസെന്റേജ്. കാണട്ടെ, എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളല്ലേ അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണോ? അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ആദ്യം പരിശോധിക്കേണ്ടത് എന്താ? അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, എംപ്ലോയീസിന്റെ സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ഒരു ശതമാനം എടുക്കുന്നു. ക്ലിയർ അല്ലേ? രണ്ടാമത് എംപ്ലോയി അട്രീഷൻ റേറ്റ്. എന്താ എംപ്ലോയി അട്രീഷൻ റേറ്റ്? ഒരു സ്പെസിഫിക് ടൈം പീരീഡില് ഒരു കമ്പനിയിൽ നിന്ന് എത്ര ശതമാനം എംപ്ലോയീസ് ആണ് ലീവ് ചെയ്ത് പോകുന്നത്? മനസ്സിലായോ? അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് who leave a company over a specified time. അതെ, പിരിഞ്ഞു പോകുന്നത്.
ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിനുള്ളിൽ എത്ര പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ആണ് അവിടെ നിന്ന് പോവുക, മനസ്സിലായോ? പിരിഞ്ഞു പോകുന്നത്, അതിന്റെ റേറ്റ് ആണ് എംപ്ലോയി അട്രീഷൻ റേറ്റ്. അപ്പൊ ഈ ഒരു സ്ഥാപനത്തിലാണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്ര പേര് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പിരിഞ്ഞു പോയിട്ടുണ്ട്, അതിന്റെ റേറ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ എംപ്ലോയി ആബ്സെന്റിസം റേറ്റ്. എന്താ, എംപ്ലോയീസിൽ എത്ര പേരാണ് ഹാജർ നിലവാരം, അല്ലെ? അബ്സെന്റിസം എന്താണ്, അവിടെ ഹാജരാവുന്നുണ്ടോ, ഇനി ഹാജരാവുന്നില്ലേ, ആ ഒരു അറ്റൻഡൻസ് പ്രസന്റ് ആണോ അവര്, അതിൽ എത്ര പേര് ആബ്സെന്റിസം ചെയ്യുന്നു അല്ലെങ്കിൽ ആബ്സെന്റ് ആവുന്നുണ്ട്, അല്ലെ? അവധികൾ കൂടുതൽ എടുക്കുന്നുണ്ടോ, ആ ഒരു സ്ഥാപനത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ലീവുകൾ കൂടുതൽ വരുന്നത് എങ്ങനെയാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെ ഹാജർ നിലവാരം നമ്മൾ എടുക്കുന്നുണ്ട്. അടുത്തത് പെർസെന്റേജ് ഓഫ് എംപ്ലോയി ഹു ആർ ഇൻഫോംഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീം. എന്താ, എത്രത്തോളം എംപ്ലോയീസിനാണ് ഹു ആർ ഇൻഫോംഡ്, കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്, എന്തുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, ആ എംപ്ലോയീസിന്റെ അവകാശങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അതോടൊപ്പം തന്നെ അവരുടെ വെൽഫെയർ സ്കീമുകളുണ്ട്, ഇല്ലേ? എല്ലാ എംപ്ലോയീസിനും അവർക്കിടേതായിട്ടുള്ള വെൽഫെയർ സ്കീമുകൾ ഉണ്ടല്ലോ, ആ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള സ്കീമുകൾ ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള സ്കീമുകളെ കുറിച്ചും അവരുടെ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ചും ഒക്കെ കൃത്യമായ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുള്ള എംപ്ലോയീസിന്റെ ശതമാനം. അടുത്തത് പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ്. എന്തായിരിക്കും? അപ്പൊ ഇപ്പൊ ഏത് ഹോസ്പിറ്റലൊക്കെ പ്രത്യേകിച്ച് രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്, അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്, ശരിയല്ലേ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യും നമ്മൾ സ്വാഭാവികമായിട്ടും, ആ ഒരു രോഗം വരാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആന്റിബയോട്ടിക്സോ വാക്സിനേഷൻസോ ഒക്കെ കൊടുക്കാറില്ലേ? അപ്പൊ അത്തരത്തില് അവിടെയുള്ള എത്ര സ്റ്റാഫുകൾക്ക് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ ആ രോഗ നിവാരണത്തിനായിട്ട് അല്ലെങ്കിൽ രോഗം വരാനുള്ള സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് പോലെയുള്ള വാക്സിനേഷൻസ് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ശതമാനം. അപ്പോ HR എന്ന് പറഞ്ഞാൽ ശരിക്കും എംപ്ലോയീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാലും നിങ്ങൾക്ക് മാറിപ്പോവില്ല കേട്ടോ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, എന്താ, എംപ്ലോയീസിന്റെ സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പെർസെന്റേജ് എടുക്കുന്നു. രണ്ടാമത്തത് എംപ്ലോയീസിന്റെ അട്രീഷൻ റേറ്റ്, ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ടൈം പീരീഡിൽ എത്ര എംപ്ലോയീസ് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് എത്ര പെർസെന്റേജ് ലീവ് ചെയ്ത് പോയിട്ടുണ്ട്. മൂന്നാമത്തത് എംപ്ലോയീസിന്റെ ആബ്സെന്റിസം റേറ്റ്, എത്ര പേര് ഇവിടെ ഹാജരാകാതെ ഇരിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് എടുക്കുന്നു. അതുപോലെ എംപ്ലോയീസ് ഇൻഫോർമേഷൻ, കൃത്യമായിട്ട് എംപ്ലോയീസിന്റെ റൈറ്റ്സിനെ കുറിച്ചും അവരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും അവരുമായി ബന്ധപ്പെട്ട വെൽഫെയർ സ്കീമുകളെ കുറിച്ചും കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുള്ള എംപ്ലോയീസിന്റെ ശതമാനം. അതുപോലെ തന്നെ സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ്, അവരുടെ രോഗ നിവാരണത്തിനായി അല്ലെങ്കിൽ രോഗ പ്രതിരോധത്തിനായിട്ട് ആ ഒരു രോഗം വരാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടി ആന്റിബയോട്ടിക്സ് പോലെയുള്ള മരുന്നുകൾ നൽകിയിട്ടുള്ള, ഇപ്പൊ വാക്സിനേഷൻസ് ആവാം, ആന്റിബയോട്ടിക്സ് ആവാം, അത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം. ഓക്കെ ആണോ? ഇപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ആ രണ്ടെണ്ണം MRDയും HRM. MRDയുടെ എന്താ പറയണ്ടേ ശരണ്യ? എക്സ്പാൻഡഡ് ഫോം ആണോ? എക്സ്പാൻഡ് ചെയ്യാണ് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അതാണ് ചോദിച്ചേ. ഷോർട്ട് ആക്കിയോ? ഒന്നാമത് നമ്മൾ പറഞ്ഞൊരു ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, ICD കോഡിംഗ് ഉപയോഗിച്ച് കോഡ് ചെയ്യാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം,
അതുപോലെ തന്നെ ശരിയായ ഇൻഫർമേഷൻസ് കൊടുക്കാതെ സമ്മതം വാങ്ങിയിട്ടുള്ള കൺസേൺ വാങ്ങിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. മിസ്സിംഗ് റെക്കോർഡുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ശതമാനം അതിന്റെ പെർസെന്റേജ്. അതുപോലെ തന്നെ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു വർഷത്തെ കണക്കുകൾ സാധാരണ നമ്മൾ എടുക്കുക. ആ ഒരു വർഷം എത്ര ബെഡ്സ് ആണ് പേഷ്യൻസ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് അതിന്റെ ശതമാനം കാണുന്നു. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് സ്റ്റേയുമായി ബന്ധപ്പെട്ട ശതമാനം എടുക്കുന്നുണ്ട്. മോർട്ടാലിറ്റി റേറ്റ് മരണനിരക്കിന്റെ എടുക്കുന്നുണ്ട്. മാതൃമരണ നിരക്കിന്റെ റേറ്റ് എടുക്കുന്നുണ്ട്. ശിശു മരണ നിരക്കിന്റെയും ശതമാനം കാണുന്നുണ്ട്. ക്ലിയർ ആയി? ഇതൊക്കെ മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള റേറ്റുകളാണ് എടുക്കുന്നത്. അത്തരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡുകൾ എത്ര എണ്ണമുണ്ട് ഇതിന്റെ ശതമാനം. പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ രോഗ നിവാരണം എന്നുള്ളൊരു മീനിങ് വരുന്നുണ്ട്. ഇത് രോഗവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രോഗ നിവാരണത്തിനായിട്ടുള്ള ആന്റിബയോട്ടിക്സ് എടുത്തതിന്റെ പ്രോഫിലാക്സിസ് ആന്റിബയോട്ടിക്സ് എന്നാണ് ശരിക്കും ആ ഒരു ടേം. അതെ, വാക്സിനേഷൻസ് പോലെയുള്ള രോഗ നിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സോ വാക്സിനേഷൻസോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്. വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ. ശരണ ക്ലിയർ ആയോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ് ഇത് നോക്കേണ്ടത്. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. നമുക്കറിയാം ഒരു ഡിസ്ചാർജ് സമ്മറി. ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഡിസ്ചാർജ് ആകുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് സമ്മറിയും കാര്യങ്ങളും തരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെ. രാവിലെ ഡോക്ടർ വന്ന് റൗണ്ട്സിന് വന്ന് ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞാൽ പോലും ഈവനിങ് അല്ലെ നൈറ്റ് വരെയും ചില ഹോസ്പിറ്റലുകൾ എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്രയും സമയം എടുത്തൊക്കെയാണ് അവർ ഡിസ്ചാർജ് സമ്മറി ഒക്കെ പ്രിപ്പയർ ചെയ്ത് തരിക. അപ്പൊ അങ്ങനെ എത്രത്തോളം ടൈം എടുത്താണ് ഒരു ഡിസ്ചാർജിന് വേണ്ടി, അതെ ഈവനിങ് ഒക്കെ ആവും. അപ്പൊ അവിടെ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്താ, ആ ഒരു ഡിസ്ചാർജിന് വേണ്ടി എത്രത്തോളം വെയിറ്റിംഗ് ടൈം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വന്നു, എത്ര സമയം എടുത്തു, അതിന്റെ ശതമാനം. അത് മാത്രമേ അതിൽ പറയുന്നുള്ളൂ കേട്ടോ. അടുത്തത് ലാസ്റ്റ് വൺ ആണ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ് ഇതും പരിശോധിക്കേണ്ടത്. ആ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് രണ്ട് ഇൻഡിക്കേറ്റർ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ഒരു ജനറൽ എക്യുപ്മെന്റ്. ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ആവും, സാധാരണ പൊതുവായിട്ടുള്ള ഉപകരണങ്ങളാവാം. അതിന്റെ അങ്ങനെ അത്തരത്തില് നമ്മുടെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റുകളുടെ ബ്രേക്ക് ഡൗൺ ടൈം. എത്രത്തോളം എക്യുപ്മെന്റുകൾ ബ്രേക്ക് ഡൗൺ ആയി അല്ലെ, പ്രവർത്തനരഹിതമായിട്ടുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് പ്രവർത്തനക്ഷമമാക്കാനായിട്ട് എത്ര സമയം എടുത്തു, അതിന്റെ റേറ്റ് എടുക്കും. അതൊക്കെ ഈ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇത് കൃത്യമായിട്ട് നോക്കേണ്ടത് അല്ലെ. അപ്പൊ അത്തരത്തിലൊരു മെയിന്റനൻസ് റിപ്പയർ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. സാധാരണ ശരിക്കും എന്താ പ്രിക്കോഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. മെയിന്റനൻസ് ശരിയായ രീതിയിൽ നടത്തി അവിടെ അങ്ങനെ ഒരു എന്താണ് ഒരു കംപ്ലൈന്റ്സോ ബ്രേക്ക് ഡൗണോ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ. അപ്പൊ അത്തരത്തിലൊരു നല്ല ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്, നമ്മൾ വളരെ അത്യാവശ്യം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരില്ലേ, വരില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല. അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റിയാണ് ഇത് കാണിക്കുന്നത് അല്ലെ. അവർ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയേഴ്സും കീപ്പ് ചെയ്യുന്നില്ല എന്ന് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ രണ്ടാമത്തത് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. ഉപകരണങ്ങളുടെ ഉപയോഗ നിരക്ക്. ഓപ്പറേഷൻ തിയേറ്ററിലാവാം, ICUലാവാം, ജനറൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകളാവാം. അത്തരത്തിലുള്ള ജനറൽ ആയിട്ടൊക്കെ ഉപകരണങ്ങളുടെ ആ ഒരു യൂട്ടിലൈസേഷൻ റേറ്റ് അല്ലെങ്കിൽ ഉപയോഗ നിരക്ക്. ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സമയം എടുത്തിട്ടുണ്ട്. അതുപോലെ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം, ബ്രേക്ക് ഡൗൺ ചെയ്ത് എത്ര സമയം എടുത്തു, അത് റിപ്പയർ ആക്കി പ്രവർത്തനരഹിതമാക്കാൻ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാക്കാനായിട്ട് എത്ര സമയം എടുത്തു. അതിപ്പോ ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ആവാം, ജനറൽ എക്യുപ്മെന്റ് ആവാം, ഏതൊരു എക്യുപ്മെന്റും ആവാം. അടുത്തത് എക്യുപ്മെന്റിന്റെ ഉപയോഗ നിരക്ക്. ഓപ്പറേഷൻ തിയേറ്ററില് ICUല് ജനറൽ ആയിട്ട് നമ്മൾ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു ഉപയോഗ നിരക്കും നമ്മൾ പെർസെന്റേജ് നോക്കുന്നുണ്ട്. വേഗം ഒന്ന് രണ്ടെണ്ണം വായിച്ചു നോക്കി. അപ്പൊ അതോടുകൂടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സും കംപ്ലീറ്റ് ആവും കേട്ടോ.
വായിച്ചു ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഇനി നമ്മള് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് കിടക്കുന്നത്. എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഒരു ഹോസ്പിറ്റൽ നമ്മൾ ആദ്യമേ അക്രഡിറ്റേഷൻ എന്നുള്ള ഭാഗത്ത് നിന്നാ തുടങ്ങി അല്ലേ? അല്ലെ? അപ്പൊ ഇവിടെ ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഒരു ഹോസ്പിറ്റല് അക്രഡിറ്റേഷൻ വേണം എങ്കിൽ അതിന് വേണ്ട കുറച്ച് യോഗ്യതകളുണ്ട്, എലിജിബിലിറ്റീസ് ഉണ്ട് അല്ലെ? എല്ലാ ഹോസ്പിറ്റലിലും പോയി അങ്ങ് അക്രഡിറ്റേഷൻ വേണം എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കുറച്ച് എലിജിബിലിറ്റീസ് ഉണ്ട്, യോഗ്യതകളുണ്ട്. ആ യോഗ്യതകളാണ് നമ്മൾ താഴെ പറയുന്നത് അല്ലെ? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഒരു HCO ഉണ്ട്, SHCO ഉണ്ട്, രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ യോഗ്യതകളാണ് നമ്മൾ പറയുന്നത്. അപ്പോ ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഈ താഴെ പറയുന്ന ആവശ്യകതകൾ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ അവർക്കൊരു അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ എളുപ്പത്തിൽ പഠിക്കാട്ടോ. ഫസ്റ്റ് വൺ ആണ് കറന്റ്ലി ഇൻ ഓപ്പറേഷൻ ആസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ. നിലവിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം അല്ലെ? അല്ലാതെ പുതിയതായിട്ട് വന്ന ഒരു സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റോ? ഇല്ല. നിലവിലും കുറച്ച് നാളെങ്കിലും ആയിട്ട്, ഒരു കുറച്ച് വർഷങ്ങളായിട്ടെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്ന, ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും. അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു റൂളാണ് അല്ലെ? അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി അബൌട്ട് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അപ്പൊ അവിടെ എത്ര ബെഡ് വേണം? എത്ര ബെഡ്സിൽ കൂടുതൽ വേണം? 50 ബെഡിൽ കൂടുതൽ വേണം, വേണ്ടേ? അപ്പൊ 50 above 50 ബെഡ്സ്. സിൻസ് ഹോസ്പിറ്റൽ ബിലോ 50 ബെഡ്, 50 ബെഡിൽ കുറവാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിലേക്ക് മാറും? SHCO എന്ന കാറ്റഗറിയിലേക്ക് മാറും അല്ലെ? അതിന്റെ സ്റ്റാൻഡേർഡ്സ് വേറെയാണ് കേട്ടോ. അപ്പോൾ HCO എന്ന നിലയിലാകുമ്പോൾ കറന്റ്ലി ഇൻ ഓപ്പറേഷൻ ആസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ, നിലവിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കണം. 50 ബെഡിൽ കൂടുതലും ആയിരിക്കണം. ബിലോ 50 ബെഡ്സ് ആണെങ്കിൽ വിൽ കം അണ്ടർ SHCO സ്റ്റാൻഡേർഡ്, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡുകളുടെ കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് അത് മാറും. രണ്ടാമത്തത് ദ ഹോസ്പിറ്റൽ ഹാസ് ദ മിനിമം വോളിയം ഓഫ് പേഷ്യന്റ് which will evaluate the quality of care given to the patient, which is presently 30%. എന്താ? ഒരു മിനിമം ക്വാളിറ്റി ഓഫ് അല്ലെങ്കിൽ മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യന്റ് ഉണ്ടാവണം. പേഷ്യൻസ് ഇല്ലാത്തൊരു സ്ഥാപനം, പേഷ്യൻസ് ജസ്റ്റ് വന്നു പോകുന്നേ ഉള്ളൂ, പിന്നെ തിരികെ വരുന്നില്ല, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എണ്ണം വളരെ കുറവാണ്, അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ നമുക്ക് അവിടുത്തെ ക്വാളിറ്റി ഓഫ് കെയർ ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അല്ലെ? അവര് കൊടുക്കുന്ന കെയറിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ പേഷ്യൻസ് കുറവാണെങ്കിൽ? അതേസമയം ഒരു 30%, പ്രസന്റ്ലി ഒരു 30% അല്ലെങ്കിൽ ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യന്റ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി, അവർ കൊടുക്കുന്ന ഒരു പരിചരണത്തിന്റെ ക്വാളിറ്റി ശരിയായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിലയിരുത്താൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ഒന്നാമത്തത് പറഞ്ഞത് നമ്മൾ എന്താ? നിലവിലൊരു ഹെൽത്ത് പ്രൊവൈഡർ എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം, വർക്ക് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും. അതുപോലെ തന്നെ 50 ബെഡിൽ, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണെങ്കിൽ 50 ബെഡിൽ കൂടുതലായിരിക്കണം അവരുടെ ബെഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ്, പ്രസന്റ്ലി ഒരു 30% എങ്കിലും പേഷ്യൻസ് എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് എപ്പോഴും നിലനിർത്തി പോകുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാ? അവിടെ ആ ഒരു ക്വാളിറ്റി ഓഫ് കെയർ എത്രത്തോളം ഉണ്ട്, ആ ഒരു പരിചരണത്തിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എപ്പോഴാണ് നമുക്ക് നല്ലതായിട്ട് വിലയിരുത്താൻ പറ്റുന്നത്. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? തേർഡ് വൺ ആണ് the organization that commit to abide by NAV standards and applicable legal, statutory or regulatory requirements. എന്താ? ഈ ഒരു ഓർഗനൈസേഷൻ എന്തിലെ കമ്മിറ്റ്മെന്റും അല്ലെങ്കിൽ എന്തിലെ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം? നാബുമായി ബന്ധപ്പെട്ട്, നാബ് പറയുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെ, നാബ് പറയുന്ന മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായിട്ടും നിയന്ത്രണങ്ങൾ, പലതരത്തിലുള്ള നിയമപരമായിട്ടുള്ള എന്താണ് ലീഗൽ, സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഉണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് ഒരുപാട് നിയമവശങ്ങളുണ്ട് അല്ലെ? കുറെ ആക്ടുകൾ അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്, കുറെ നിയന്ത്രണങ്ങൾ അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്, കുറെ ലൈസൻസുകൾ അവർ എടുക്കേണ്ടതായിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇതിനൊന്നും ഒരിക്കലും നാബ് ഒരു കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കണം. ആര് പാലിക്കേണ്ടതായിട്ടുണ്ട്? ആ ഹോസ്പിറ്റൽ പാലിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള നിയമപരമായിട്ടും നിയന്ത്രണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ട്. അതോടൊപ്പം നാബിന്റെ സ്റ്റാൻഡേർഡ്സും പാലിക്കണം. അങ്ങനെ പാലിക്കാനായിട്ട് സന്നദ്ധതയുള്ള, അല്ലെങ്കിൽ അത് പാലിക്കാൻ പ്രതിബദ്ധതയുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
നാലാമത്തത്, the healthcare organization should have implemented NAB standards in the HCO for a minimum of 3 months. എന്താ പറയുന്നേ? ഒരു 3 മാസമെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം? നാബിലേക്ക് ആ ഒരു അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഒരു മിനിമം ഒരു 3 മാസമെങ്കിലും അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് നാബ് ഇവിടെ എന്താണ് ആ ഒരു അസസ്മെന്റിന് വേണ്ടി വരുന്ന സമയത്ത് അത് പാലിക്കുന്നത് കൊണ്ട് കാര്യമില്ല അല്ലെ. ഒരു 3 മാസമെങ്കിലും അത് പാലിക്കുന്നുണ്ട് എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ എത്രത്തോളം ഉണ്ട്, അവിടെ എങ്ങനെയുള്ള രീതിയിലുള്ള ക്വാളിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ നാബിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 3 മാസമെങ്കിലും നാബിന്റെ സ്റ്റാൻഡേർഡ്സ് HCOയുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം? ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നാബിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? 4 പോയിന്റ്സ്. Then these standards are to be used by the whole organization and not for a certain service within the organization. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് പാലിക്കാന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു ഓർഗനൈസേഷനിലെ ചില പർട്ടിക്കുലർ സർവീസിന് വേണ്ടി മാത്രമല്ല അല്ലെ. ഒരു നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടുന്നത് ഹോസ്പിറ്റലിൽ ഇന്നൊരു ഏരിയയിലുള്ള സർവീസിന് വേണ്ടി മാത്രമായിട്ടാണോ? അല്ല, മൊത്തത്തിലുള്ള ഒരു ആ ഓർഗനൈസേഷൻ മൊത്തത്തിലുള്ള ഒരു അക്രഡിറ്റേഷനാണ് കിട്ടുക അല്ലെ. ആ ഹോസ്പിറ്റലിലെ ആ ഓർഗനൈസേഷനിലെ മൊത്തത്തിലുള്ള എല്ലാ സർവീസുകൾക്കും ഈ ഒരു അക്രഡിറ്റേഷൻ ബാധകമാണ് അല്ലെ. അവർ ഏതൊരു സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് നിർബന്ധമായിട്ടും പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ ഹോൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് തരുന്നത്. Organization provide multiple services and the standards are equally applicable to all services within the healthcare organization. അല്ലെ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ സർവീസുകൾ അവർ കൊടുക്കുന്നുണ്ടാവും. ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സർവീസുകൾ ഒരുപാട് കൊടുക്കുന്നതിനനുസരിച്ച് സ്റ്റാൻഡേർഡുകളും ഒരുപോലെ തന്നെ എല്ലാ സർവീസുകളിലും ബാധകമാണ്. അല്ലാതെ ഒരു സർവീസിനോ 2 സർവീസിനോ വേണ്ടി മാത്രമല്ല അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. മുഴുവനായിട്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ മുഴുവൻ സർവീസുകൾക്കും ഈ സ്റ്റാൻഡേർഡ്സ് തുല്യമായിട്ട് ബാധകമായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റത്തെ ആ ഒരു പിക്ചർ കണ്ടോ? ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഇത് ശരിക്കും നമുക്കൊരു അക്രഡിറ്റേഷൻ കിട്ടുന്നതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ദ കോൺസ്റ്റന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. അത് ഒരു സർട്ടിഫിക്കറ്റ്, നാബിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്. അത് ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഒരു ഹോസ്പിറ്റലാണ് മംഗല കിഡ്നി ഫൗണ്ടേഷൻ. ആ ഒരു ഹോസ്പിറ്റലിനാണ് അത് കൊടുത്തിരിക്കുന്നത്. അവർ ഏതൊക്കെ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് നോക്കിയേ. പ്രീ അക്രഡിറ്റേഷൻ ഫേസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രോഗ്രസ് ലെവൽ, പ്രീ അക്രഡിറ്റേഷന്റെ പ്രോഗ്രസ് ലെവൽ എൻട്രി ലെവൽ പൂർത്തിയാക്കി, പ്രോഗ്രസ് ലെവൽ പൂർത്തിയാക്കി. അതിനുശേഷം അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടി. അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ആ ഒരു ആരോ കാണിക്കുന്നത്. മനസ്സിലായോ? has been assessed. അവരെന്താണ് പറഞ്ഞത്? നാബ് അസസ് ചെയ്തു. പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ അവർ പാസ്സായി, റിക്വയർമെന്റ്സ് ഒക്കെ പാസ്സായി. അതുകൊണ്ട് തന്നെ ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ് ഫോർ ദ സ്കോപ്പ് ആൻഡ് സ്പെസിഫൈഡ് ഇൻ ദ annexure subject to the continued compliance with the entry level requirement. എൻട്രി ലെവലുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ റിക്വയർമെന്റ്സും നാബുമായി ബന്ധപ്പെട്ട് അവർ പാലിച്ചു കൊള്ളാം എന്ന ആ ഒരു ഉറപ്പിന്റെ പുറത്ത്, അവർക്ക് ആ ഒരു പരിശോധനയുടെ ഒക്കെ പുറത്ത്, അത് വിശ്വാസമായതിന്റെ പുറത്ത് അവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്. ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഒരു യൂണിക് നമ്പർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്ന് മുതൽ വാലിഡ് ആണ്, എന്ന് വരെ വാലിഡ് ആയിരിക്കും എന്നും ഉണ്ടാവും. വാലിഡ് ഫ്രം 2019 to 2021 വരെയാണ് ഈ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി. അപ്പൊ അങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റിനും വാലിഡ് എന്ന് മുതൽ വാലിഡിറ്റി ഉണ്ടാവും. ഏത് ദിവസം മുതൽ, ഏത് വർഷം, ഏത് ദിവസം നമ്മുടെ ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസുകളൊക്കെ അങ്ങനെയല്ലേ കൊടുക്കാം. എന്ന് മുതൽ എന്ന് വരെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ ആ ഒരു വാലിഡിറ്റി ഉണ്ടാവും കേട്ടോ. വാലിഡ് ഫ്രം, വാലിഡ് അവിടെ വരെ ഉണ്ടാവും. അതുപോലെ ആ സർട്ടിഫിക്കറ്റിന്റെ യൂണിക് നമ്പറും ഉണ്ടാവും. അപ്പൊ അതിന്റെ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊരു അക്രഡിറ്റേഷന്റെ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒരു മോഡലാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്നൊന്ന് മനസ്സിലാക്കി വെക്കാൻ ഒരു ഓവറോൾ ആയിട്ട് കേട്ടോ. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. അതേസമയം ഈ മുകളിലെ ആ പോയിന്റ്സ് നോക്കണം.
ആ എലിജിബിലിറ്റി ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കണം. റിക്വയർമെന്റ്സ് ചോദിക്കാറുണ്ടോ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഭാഗം വേഗം ഒന്ന് വായിച്ചു നോക്കി. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. വായിച്ചു. ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമ്മള് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു ചാപ്റ്റർ അല്ലേ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? ഏതാ? ഏത് ചാപ്റ്ററാ? മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ മെഡിക്കൽ റെക്കോർഡ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താലല്ലോ കണ്ടിട്ടുണ്ടാവും, അല്ലാത്തവരത് കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് കണ്ടിട്ടില്ലേ? അതിലല്ലേ അവിടെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നേ അല്ലെ? ഉണ്ട്. അപ്പൊ ഒരു മെഡിക്കൽ റെക്കോർഡിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും? എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും? എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും? പേരുണ്ടാവും, ശരി. ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലെ? അത് ആരുടെ മെഡിക്കൽ റെക്കോർഡാണെന്ന് ഉണ്ടാവും. അതെ, അഡ്രസ് ഉണ്ടാവും. അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ അല്ലെ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശരി. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്തിനാ ഒരു പേഷ്യന്റ് ഇവിടെ വന്നു അല്ലെ? അതൊരു ചോദ്യമാണ്. വെറുതെ ഒരാൾ വരില്ലല്ലോ. അപ്പൊ ആ മെഡിക്കൽ റെക്കോർഡ് എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യും അല്ലെ? അവർ എന്ത് രോഗവുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നേ? ഇനി അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ? അതെ, ആ ഒരു ട്രീറ്റ്മെന്റ് എന്തിനാണ്, അതിന്റെ ആ ഒരു കോഴ്സ് എന്താണ്, അപ്പൊ അതിന്റെ എന്തൊക്കെ മെഡിസിൻസ് നമ്മൾ കൊടുത്തു അല്ലെ, അതിന്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും വിശദമായിട്ട് ആ ഒരു മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാവും. അവര് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് മുതൽ അല്ലെ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് മുതൽ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാവും. ശരിയല്ലേ? അതെ, നഴ്സസ് നോട്ട് ഉണ്ടാവും, പ്രോഗ്രസ് നോട്ട് ഉണ്ടാവും ഇല്ലേ? അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയാൽ അവരുമായി ബന്ധപ്പെട്ട ഡിസ്ചാർജ് സമ്മറി ഉണ്ടാവും ഇല്ലേ? അപ്പൊ അത്തരത്തില് എല്ലാ കാര്യവും, അതായത് ഒരു പേഷ്യന്റ് വരുന്നത് മുതൽ പോകുന്നത് വരെ അല്ലെ? അപ്പൊ അവരുടെ ആ പേഷ്യന്റ് ആരാണ്, ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് എടുത്താൽ നമുക്ക് എന്ത് കാര്യങ്ങൾ മനസ്സിലാവും? ഇത് ഏത് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡാണ് അല്ലെ? അവരാരാണ്, എന്തിനു വന്നു അല്ലെ, എന്താണ് അവരുടെ രോഗകാരണം അല്ലെ, എന്തൊക്കെ രീതിയിലുള്ള പരിചരണങ്ങൾ നമുക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലീഗൽ റെക്കോർഡാണ്, നിയമപരമായിട്ടുള്ള ഒരു രേഖ. എന്തുകൊണ്ടാണ് അതൊരു നിയമപരമായിട്ടുള്ള രേഖയാന്ന് പറയുന്നത്? എന്തുകൊണ്ടാ മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും ഒരു നിയമപരമായിട്ടുള്ള രേഖയാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? എന്തെങ്കിലും ഒരു പ്രോബ്ലം. കാരണം ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് എത്തിക്കഴിഞ്ഞാൽ ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് നൽകിയാലും അവരുടെയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് ഈ ഒരു മെഡിക്കൽ റെക്കോർഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തി, സമയം ഉൾപ്പെടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അല്ലെ? ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയം, ഒരു ഡിസ്ചാർജ് നടക്കുന്ന സമയം, ഇതെല്ലാം നമ്മൾ രേഖപ്പെടുത്തുന്നില്ലേ അതില്?
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് എന്തൊരു പ്രോബ്ലം വന്നാലും നമുക്കിതൊരു രേഖയായിട്ട് കാണിക്കാൻ പറ്റും, അല്ലെ? ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു രേഖയായിട്ട് നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. അതെ, അത് ആ ഹോസ്പിറ്റലിനെയും പേഷ്യൻസിനെയും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെയും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യാലോ. ഹോസ്പിറ്റലിനെതിരെയോ അവിടുത്തെ സ്റ്റാഫുകൾക്കെതിരെയോ എന്തെങ്കിലും അലിഗേഷൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ഇവർക്ക് ഒരു പ്രൂഫായിട്ട് ഇത് കാണിച്ചൂടെ, ഒരു എവിഡൻസ് പോലെ കാണിച്ചൂടെ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ലീഗൽ റെക്കോർഡാണ്. അപ്പൊ എപ്പോഴും ഒരു ലീഗൽ റെക്കോർഡ് ആകുമ്പോൾ അതിന് അതിൻ്റെതായ നിയമവശങ്ങൾ ഉണ്ടാവില്ലേ? ഒരു മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുന്നത് സാധാരണ ശരിക്കും നമുക്കൊരു മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുമ്പോൾ അത് ലീഗൽ റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് നിയമവശങ്ങളുണ്ട്. അത് നിയമവശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് നമുക്കത് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനും അത് സൂക്ഷിക്കാനും അത് കൈകാര്യം ചെയ്യാനും ഒക്കെ പറ്റുമോ, അല്ലെ? അല്ലാതെ ഒരു അനായാസമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താ വലിയ ശ്രദ്ധയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളില് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫില് ഇത് തന്നെയാ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, മെഡിക്കൽ റെക്കോർഡ് മീൻസ് whom, what, why, where and when of patient care to the hospital. ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ അത് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ എന്തൊക്കെ മനസ്സിലാവും? അത് ആരുടെ മെഡിക്കൽ റെക്കോർഡാണ്, എന്തിനു വന്നു, അല്ലെ? എന്തുകൊണ്ടാണ് അവർ ഈ ഹോസ്പിറ്റലിലേക്ക് വരാൻ കാരണം, എവിടെ വെച്ച് അവർക്ക് എന്ത് സംഭവിച്ചു, എപ്പോഴൊക്കെ നമ്മൾ വൈദ്യ പരിചരണം നൽകി, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച്, അല്ലെ? ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടത് ആ ഹോസ്പിറ്റൽ വന്നതിന് ശേഷമുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ചും വിശദമായ ഇൻഫർമേഷൻസ് നൽകുന്ന ഒന്നാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇതൊരു നിയമപരമായിട്ടുള്ള രേഖയാണ്. Then medical records favor patients, consultants, hospital staff and hospital. എന്താ ഒരു മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും പേഷ്യൻസിന് പ്രയോജനകരമാണ്, അല്ലെ? ഒരു കൺസൾട്ടന്റിന് പ്രയോജനം, ഒരു ഡോക്ടർ അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അത് പ്രയോജനകരമാണ്. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അത് ഉപയോഗിക്കാറുണ്ട്, അല്ലെ? പ്രയോജനകരമാണ്. അതുപോലെ ഹോസ്പിറ്റലിലും അത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫേവർ ചെയ്യുന്ന രീതിയിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്, മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. സോ ഇത് ഒരു ലീഗൽ റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ the legal aspect includes requirements and principles related to making the medical record. എപ്പോഴും ഒരു മെഡിക്കൽ നിയമപരമായ രേഖയാന്ന് പറഞ്ഞു, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുമ്പോഴും അത് ഇൻക്ലൂഡിങ് ഇറ്റ്സ് കണ്ടന്റ്, അതിലെ കണ്ടന്റുകൾ, അതിൽ ഉൾപ്പെടുത്ത കണ്ടന്റുകൾ, അതുപോലെ അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ മെഡിക്കൽ റെക്കോർഡ് ഉപയോഗവും അതിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അത് ഒബ്റ്റെയിൻ ചെയ്യുക, അത് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, റിലീസിങ് ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്, ഒരു മെഡിക്കൽ റെക്കോർഡിൽ നിന്ന് ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കുറെ നിയമപരമായ വശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഒരു മെഡിക്കൽ റെക്കോർഡ് ഈ നിയമപരമായ വശങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യുമ്പോഴും, അത് രൂപപ്പെടുത്തുമ്പോഴും, അത് ഉപയോഗിക്കുമ്പോഴും, അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴായിക്കോട്ടെ, അത് മറ്റുള്ളവർക്ക് ലഭ്യമാക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് വിടുമ്പോഴായിക്കോട്ടെ, ഇതെല്ലാം ആ നിയമപരമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ടേ ചെയ്യാൻ പാടും. ക്ലിയർ ആണോ ഇവിടെ വരെ? മനസ്സിലായോ? ഓക്കെ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് പറയുന്ന ഭാഗമാണ്. Then the hospital put together and keep medical records mainly for the benefit of the patient. ഏറ്റവും കൂടുതലായി ഒരു മെഡിക്കൽ റെക്കോർഡ് വഴി ബെനിഫിറ്റ് കിട്ടുന്നത് പേഷ്യൻസിന് തന്നെ, ശരിയല്ലേ? ഒരു പേഷ്യന്റിന് തന്നെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്, അല്ലെ? മെഡിക്കൽ റെക്കോർഡ് ആർ ഓൾസോ കെപ്റ്റ് ആസ് എ ഗൈഡ് ടു കൺസൾട്ടന്റ് for the medical statistic research and the security of the physician, hospital staff and hospital again unfair criticism. ശരിയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ കൺസൾട്ടന്റിന് ഒരു ഗൈഡായിട്ട് യൂസ് ചെയ്യാം, അല്ലെ? മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് കൊടുത്തത്, ശരിയല്ലേ? മുൻപ് എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തു, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്തു, അത് വെച്ചിട്ട് പിന്നീടുള്ള ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഗൈഡായിട്ട് അത് കൺസൾട്ടൻസിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് യൂസ് ചെയ്യാലോ. അതോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക് റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ ഏതൊരു മേഖലയും റിസർച്ചുകൾ നടക്കുന്നുണ്ട്, ശരിയല്ലേ? മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും അല്ലാതെ ഏത് മേഖലയിലും അതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ ഒരു രോഗവുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടക്കുമ്പോൾ അതിന് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ഭാഗമാവില്ലേ? ഇല്ലേ? ഈ പേഷ്യൻസിനൊക്കെ പലർക്കും പല സിംറ്റംസും കാര്യങ്ങളൊക്കെ, അതൊക്കെ പഠനം നടത്തിയിട്ടാണ് നമ്മൾ അതൊരു കൺക്ലൂഷനിലേക്കും ഒരു റിസൾട്ടിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ഈ മെഡിക്കൽ റെക്കോർഡ് ഉപയോഗിക്കാം.
അതോടൊപ്പം തന്നെ അവിടുത്തെ ഫിസിഷ്യൻ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽസിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു തെറ്റായ രീതിയിലുള്ള ഒരു വിമർശനം വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സുരക്ഷ എന്ന രീതിയിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡ് ഉപയോഗിക്കാൻ പറ്റും അല്ലെ? ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം. Then last point, when the hospital lets in a patient, it enters into an implied contract to provide services needed in the care and treatment of the patient. അപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു പ്രവേശനം, ഒരു രോഗിക്ക് ഒരു പ്രവേശനം അനുവദിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് ഡയറക്ട്ലി അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പരോക്ഷമായിട്ട് നമ്മൾ ആ ഹോസ്പിറ്റലുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. ശരിയല്ലേ? അവര് നമുക്ക് തരുന്ന ട്രീറ്റ്മെന്റ്, പേഷ്യൻസിന് നമ്മള് ആ ഒരു ഹോസ്പിറ്റലുകാര് ട്രീറ്റ്മെന്റും കെയറും തരുന്നു, നല്ല സർവീസ്, നമുക്ക് ആവശ്യമായ സർവീസുകൾ അവർ തരുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും? ബില്ല് തരുമ്പോ നമ്മൾ എന്താ തിരികെ കൊടുക്കുക? എന്താ കൊടുക്കുന്നത്? ഒന്നും കൊടുക്കൂലേ? അവര് നമുക്ക് വെറുതെ ഫ്രീ സർവീസ് ആണോ മിക്ക ഹോസ്പിറ്റലും തരിക? അല്ല, നമ്മൾ ബില്ല് തരുമ്പോ അവർക്ക് അതിനുള്ള പണം നമ്മൾ തിരികെ കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തില് നമുക്ക് ആവശ്യമായ സർവീസുകൾ ഇവർ തരും, അതിന് പകരമായിട്ടുള്ള പണം നമ്മൾ കൊടുക്കും. ആ ഒരു പരോക്ഷമായ ഒരു കരാർ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എപ്പോഴും ഏർപ്പെടുന്നില്ലേ? ഡയറക്ട്ലി അല്ലെങ്കിൽ പോലും, നേരിട്ടത് പറയുന്നില്ലെങ്കിൽ പോലും ഉണ്ട് അല്ലെ? This calls for keeping a chronological record of the care and treatment provided by the personnel. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ റെക്കോർഡിൽ എപ്പോഴും ഒരു വളരെ ക്രമമായ രീതിയിൽ, ഒരു ക്രോണോളജിക്കൽ ഓർഡർ, ഒരു കാലക്രമമായ രീതിയിൽ തന്നെയായിരിക്കും ഈ രേഖ സൂക്ഷിക്കുക. അതായത് ഒരു അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ ഒരു വളരെ ക്രോണോളജിക്കൽ ആയിട്ട് ഓർഡറിൽ, ഒരു സമയം ടൈംലി മാനറിലായിരിക്കും ഇതിൽ ഓരോ ഡേറ്റാസും, നമ്മുടെ പേഷ്യൻസ് കൊടുക്കുന്ന കെയറുകളായിക്കോട്ടെ, ട്രീറ്റ്മെന്റുകളായിക്കോട്ടെ, ആ ജീവനക്കാര് അത് വളരെ കൃത്യമായിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൽ കൃത്യമായിട്ട് ഈ ഒരു റെക്കോർഡിൽ എന്ത് ചെയ്യും? കീപ്പ് ചെയ്തിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ പോയിന്റ്സ് മിസ് ഒന്നുകൂടി ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പറയാൻ സമയമില്ല. അപ്പൊ ജസ്റ്റ് അതൊന്ന് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്തിട്ട് ബാക്കി പോവാം. ഓക്കെ, താങ്ക് യു.